വീനക്കാണ് 9.5 ഇഞ്ചിന്റെ നെക്കാണ് വേണ്ടത്. 10 ഇഞ്ച് എടുക്കുന്നുണ്ട്. ഇവിടെ നെക്കകലം 3. നമുക്ക് ഇങ്ങനെ വരുമ്പം ഇത് കുറച്ച് ഒതുങ്ങിപ്പോകും. അപ്പൊ നമുക്ക് കുറച്ച് വൈഡാക്കി എടുക്കണമെങ്കിൽ ഈ ജോയിന്റിൽ നിന്ന് മാറാതെ ഇതുപോലെ. എൻ്റേതൊരു ചെറിയ കടയാണ്. അപ്പോൾ അത് റോഡ് സൈഡ് ആയതുകൊണ്ട് വണ്ടി പോകുന്ന സൗണ്ടാണ് കേൾക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. ഞാൻ പറയുന്നത് എന്തെങ്കിലും മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് ചോദിച്ചാൽ മതിയേ. അപ്പോൾ ഞാനത് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ. അപ്പം ഇവിടെ 1/2 ഇഞ്ച് ഷോൾഡർ ഭാഗം പോകും. അപ്പോൾ ഇത് 9 ഇഞ്ചായി കിട്ടും. ഇതിപ്പം 10 ഇഞ്ചിന്റെ ഷോൾഡർ പോയി കഴിയുമ്പോൾ 9 രൂപ. ഇഞ്ച് വേണ്ട, 3/4 ഇഞ്ച്. 1/2 ഇഞ്ചാണെങ്കിലും മതി. അധികം വീതി വേണ്ട. ചെറിയ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുമ്പം ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം. അത് നമ്മൾ വൈഡ് കൊടുത്തേക്കണ ആ ഭാഗത്തേക്കൂടെ വേണം കട്ട് ചെയ്യാൻ. പുറമേയും കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണേ. പുറമേയുള്ള ആ മാർക്കിങ്ങും പിന്നെ ആ വൈഡ് കൊടുത്തേക്കണ മാർക്കിങ്ങും വേണം കട്ട് ചെയ്തെടുക്കാൻ. ഉള്ളിൽ കട്ട് ചെയ്യുമ്പോൾ കണ്ടോ. അപ്പം ആ പോയിൻറ്റുകൾ മാറിപ്പോകരുത്. അപ്പോൾ ചെറിയൊരു പീസ് മുകളിൽ വെച്ചിട്ട് വേണം. അതുപോലെയാണ് നമ്മൾ മാർക്ക് ചെയ്തെടുത്തത്. 8 നമ്മൾ ലെങ്ത്ത് എടുക്കുന്നുണ്ടെങ്കിൽ 8.5 മാർക്ക് ചെയ്തിട്ട് മുകളിൽ ഒരു 1/2 ഇഞ്ച് ഇതുപോലെ ബാക്കി ഇടണം. അപ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് മലന്ന് പോകാതെ കറക്റ്റ് ഷേപ്പിൽ തന്നെ കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇതുപോലെ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. സ്റ്റിഫ് വെക്കുന്നത് കറക്റ്റ് ഷേപ്പിൽ കിട്ടാനാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോഴും ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് മാറിപ്പോവും. അങ്ങനെ ബ്ലൗസിൽ തന്നെ പിന്നെ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗം എടുത്തിട്ട് ഒരു കട്ടിങ് കൊടുത്താൽ നമുക്കത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എളുപ്പമായിരിക്കും. അപ്പോൾ അതങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ബാക്ക് നെക്കാണ് ചെയ്തത്. ഇപ്പം ഫ്രണ്ട് നെക്കാണിത്. ഇതിന് 7 ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത്. അപ്പോൾ ആദ്യം ചെയ്തതുപോലെ തന്നെ വി നെക്ക് തന്നെയാണ്. അപ്പോൾ ഇത് വി വരച്ചിട്ട് നമ്മൾ വൈഡ് ചെയ്യാൻ വേണ്ടി ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഷേപ്പ് കൊടുക്കുക. ഒരു ഇതുപോലെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ സെൻറ്ററിൽ വെച്ചിട്ട് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അത് ജോയിൻ ചെയ്ത് കൊടുത്താലും മതി, പെട്ടെന്ന് കഴിയും. അപ്പം എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ട് ഉപകാരപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ബ്ലൗസിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് അതിൻ്റെ അളവ് കിട്ടും. ഇപ്പോൾ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മളൊരു തുണി എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ 2 നെക്കുകളും വെച്ചിട്ട് ഇപ്പം നമ്മൾ പശയുള്ള ഭാഗം താഴെ തുണിമേലോട്ട് മുട്ടിച്ച് വെച്ചിട്ട് വേണം നമ്മൾ അയൺ ചെയ്തെടുക്കാനായിട്ട്. നല്ല ചൂട് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോയിരിക്കും. അപ്പം നന്നായിട്ട് ഇതുപോലെ തന്നെ. അപ്പം നമുക്കിതിനെ സ്റ്റിച്ച് ചെയ്യാം. ഇത് 1/2 ഇഞ്ച് നമ്മൾ സൈഡിലേക്ക് ഇട്ടേക്കുന്ന ഭാഗം അതെടുത്ത് നമ്മൾ ഈ സ്റ്റിഫുമ്മിലേക്ക് ചേർത്ത് അടിക്കുക.
അതിനുശേഷം അത് നല്ല ക്ലോത്തിലേക്ക് 2 പീസിൻ്റെ അങ്ങനെ അടിച്ചെടുത്തിട്ട് നല്ല ക്ലോത്തിലേക്ക് നമ്മൾ നല്ല ഭാഗത്ത് തന്നെ ക്ലോത്തിൻ്റെ നല്ല ഭാഗത്ത് തന്നെ ഈ പീസ് അടിച്ച് പിടിപ്പിക്കുക. അപ്പം സ്റ്റിഫുമ്മിലേക്ക് സ്റ്റിച്ച് കയറരുത്, സൈഡിൽ കൂടെ തന്നെ വേണം, എന്നാലേ ആ കറക്റ്റ് ഷേപ്പ് കിട്ടത്തുള്ളൂ. അതിനുശേഷം നമ്മൾ സൈഡിൽ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടതിന് ശേഷം അടിച്ചതിന് ശേഷം താഴത്തേക്ക് ഒരു ആ വീയിലേക്ക് പതിയൊരു കട്ടിട്ട് കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് അത് നമുക്ക് മറിച്ചെടുക്കാൻ സാധിക്കും. അതിനുശേഷം നമ്മളത് മറിച്ച് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ പതിച്ചടിക്കുക. അത് ബാക്ക് നെക്കിൽ അങ്ങനെ അടിക്കേണ്ട, നമ്മൾ ഹെമ്മിങ് ചെയ്തെടുത്താൽ മതി, അതായിരിക്കും വൃത്തിയായിട്ട്.